പലതരം ചേരുവകൾ. ഇനി നമുക്ക് അയലക്കറി വെക്കാം കേട്ടോ. അയലക്കറി ഒത്തിരി രീതിയിൽ വെക്കാം. ഇത് വളരെ സിമ്പിളായിട്ടും എന്നാൽ ചോറുണ്ണാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. മെയിനായിട്ട് മീൻകറിക്ക് ടേസ്റ്റ് ഉണ്ടാവണമെങ്കിൽ മീൻ നല്ലതായിരിക്കണം കേട്ടോ. മീൻ നല്ലതല്ലെങ്കിൽ പിന്നെ നമ്മൾ എങ്ങനെയൊക്കെ വെച്ചാലും പോയി. അപ്പൊ ഞങ്ങളുടെ ഇവിടെ എറണാകുളം ഭാഗത്ത് വളരെ സിമ്പിളായിട്ട് എങ്ങനെ അയലക്കറി വെക്കണേന്ന് നോക്കാം. ഞങ്ങളുടെ ഇവിടെ 1-2 പേരൊക്കെ ഉള്ളതുകൊണ്ട് തേങ്ങ അരച്ച് വെക്കുമ്പോൾ കറി ഒത്തിരി ആവും. അതുകൊണ്ട് തേങ്ങാപ്പാലെടുത്താണ് വെക്കല്. ഇപ്പൊ ഞാൻ ഈ റെസിപ്പി ചെയ്യുന്നത് തേങ്ങ അരച്ച് വെച്ചാട്ടോ. അപ്പൊ നിങ്ങളുടെ വീട്ടിൽ അധികം ആളൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാലെടുത്ത് വെച്ചാൽ മതി. അപ്പൊ എരിവൊക്കെ കുറച്ചെടുക്കാം. 300 ഗ്രാം അയില കേട്ടോ അതുള്ളത്. നന്നാക്കിയ ശേഷം 3ആയിട്ട് മുറിച്ച് വെച്ചതാണ്. മീഡിയം സൈസിലുള്ള ഒരു 3 മീനാണ് അതുണ്ടായിരുന്നത്. ഇനി നമുക്ക് തേങ്ങ അരച്ചെടുക്കാം. 1 കപ്പ് തേങ്ങ നിറച്ചെടുത്തിട്ടില്ല കേട്ടോ. ഒരു 3/4 കപ്പിന് മുകളിലായിട്ട് തേങ്ങ എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ഉപ്പ് ഇപ്പം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, നല്ല എരിവുള്ള മുളക് പൊടി 1.5 ടേബിൾ സ്പൂണാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എരിവ് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടി കുറയ്ക്കുകയൊക്കെ ചെയ്യാം. തേങ്ങാപ്പാലാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ എരിവ് കുറയ്ക്കേണ്ടി വരും കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പിന് താഴെയായിട്ട് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ. നല്ല മഷി പോലെ അരിഞ്ഞെടുക്കണം. അല്ലെങ്കിൽ മീൻകറി തേങ്ങ വേറിട്ട് കാണാനും ഭംഗി ഉണ്ടാവില്ല. എല്ലായിടത്തും മീൻകറിക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു ചട്ടി മാറ്റി വെച്ചിട്ടുണ്ടാവും. അതിൽ തന്നെ മീൻകറി വെക്കാം. മൺചട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ വെക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസുള്ള തക്കാളി ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് പച്ചമുളകാണ്. 4 പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. പച്ചമുളകും 2ആയിട്ട് മുറിച്ചിട്ടെടുക്കാം. ഇനി വേണ്ടത് കൊടപ്പുളിയാണ്. കൊടംപുളി ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എൻ്റെ കൊടപ്പുളിക്ക് അധികം പുളിയില്ലാത്തത് കൊണ്ടാണ് ഒരു കൊടപ്പുളി അങ്ങനെ തന്നെ ഇടുന്നത്. ഒരു കൊടപ്പുളി 2ആയിട്ട് മുറിച്ച കഷ്ണങ്ങളായിട്ടാണ് നമുക്ക് ഉണങ്ങിയത് കിട്ടണത്. അതുപോലത്തെ 2 പീസ് മുറിച്ചാണ് ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത്. ചില കൊടപ്പുളി ഇതിന്റെ 4-1 ഭാഗം ഇട്ടാൽ തന്നെ നല്ല പുളിയായിരിക്കും കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് കൊടപ്പുളിയുടെ പുളി കറക്റ്റ് ആയിട്ട് അറിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ ഇട്ടതിന്റെ പകുതി പുളി ഇട്ട് ആദ്യം തന്നെ തിളപ്പിക്കാം. കറി വെച്ച ശേഷം പുളി കുറവുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ കൊടപ്പുളി ഇട്ട് തിളപ്പിച്ച് പുളിയാക്കി എടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങ അരച്ച് വെച്ചത് ഇട്ടെടുക്കാം. തേങ്ങ അരച്ചത് ഇട്ടെടുത്ത ശേഷം 3 കപ്പ് വെള്ളം കൂടി ഒഴിച്ചെടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ടോട്ടൽ 3 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചെടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം തിളപ്പിക്കാനായിട്ട് വെക്കാം. നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം കേട്ടോ. അടുപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അടുപ്പത്ത് തന്നെ വെക്കാം. ഗ്യാസിലാണെന്നുണ്ടെങ്കിൽ ഏറ്റവും തീ കൂടിയ അടുപ്പിൽ നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് തിളപ്പിക്കാം. ഗ്രേവി നന്നായിട്ടൊന്ന് വെട്ടിത്തിളച്ച ശേഷം ഇതിലേക്ക് മീൻ ഇട്ടെടുക്കാം. ഈ കറി തിളപ്പിക്കുമ്പോൾ കംപ്ലീറ്റ് അടച്ചു വെച്ച് തിളപ്പിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തിളച്ച് പൊങ്ങി താഴ്ചാടാൻ സാധ്യതയുണ്ട് കേട്ടോ. അതുകൊണ്ട് പകുതി അടച്ചു വെക്കുക. അല്ലെങ്കിൽ ഞാൻ വെക്കണ പോലെ ഒരു കോലെന്തെങ്കിലും വെച്ചിട്ട് അതിൻ്റെ മുകളിൽ പകുതിക്കായിട്ട് അടച്ചു വെക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ തിളപ്പിക്കാം കേട്ടോ. മീൻ ഇട്ടെടുത്ത ശേഷം മീൻ വേവണ വരെ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ കിടന്നോട്ടെ. മീൻ വേവാനായിട്ട് ഒത്തിരി സമയമൊന്നും വേണ്ട കേട്ടോ. ഒരു 5-6-7 മിനിറ്റ് ഒക്കെ മതിയാവും. ഗ്രേവി നന്നായിട്ട് തിളയ്ക്കണ സമയത്ത് മീനും കൂടി അതിൻ്റെ ഒപ്പം തിളച്ച് പൊങ്ങി വരും. അതിൻ്റെ അർത്ഥം മീൻ വെന്തിട്ടുണ്ടെന്നാണ്. അല്ലെങ്കിൽ പിന്നെ മീൻ ലൈറ്റ് വെയിറ്റ് ആയിട്ടുണ്ടാവും. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അല്ലെങ്കിൽ ഒരു 5-6 മിനിറ്റ് തിളക്കുമ്പോഴത്തേനും മീൻ വെന്തിട്ടുണ്ടാവും. മീനിന് ഒത്തിരി വേവൊന്നുമില്ല. ഇനി ഇതിലേക്ക് വേണ്ടത് പച്ച വെളിച്ചെണ്ണ കേട്ടോ. പച്ച വെളിച്ചെണ്ണ 1-2 ടേബിൾ സ്പൂൺ ഒഴിച്ചെടുക്കാം. 2 ഇതള് വേപ്പിലയും കൂടി ഇട്ടെടുക്കാം. ഇനി തീ കുറച്ചിട്ട് അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ. ഇങ്ങനെ ചെറിയ തീയിൽ അടിച്ചു വെച്ച് ഒരു 5 മിനിറ്റ് ഇരിക്കുമ്പോഴത്തേനും നെയ്യൊക്കെ തെളിഞ്ഞ് നല്ല പാകമായിട്ടുണ്ടാവും. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. മൺചട്ടിയിലൊക്കെയാണ് വെക്കണമെന്നുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്താലും കുറച്ച് സമയം കൂടി ഇങ്ങനെയൊക്കെ ഇരുന്ന് തിളച്ച് വറ്റിക്കൊണ്ടൊക്കെ ഇരിക്കും. മീൻകറിയുടെ ഉപ്പും പുളിയും ടേസ്റ്റൊക്കെ അറിയാനായിട്ട് ഒരു 2-3 മണിക്കൂർ കഴിയണം. കറി വെച്ച് അപ്പം തന്നെ എടുത്താൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മീൻകറി ഇവിടെ സെർവ് ചെയ്യാൻ ടൈം ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. താങ്ക് യു.